and welcome to Easy Learn 365 ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് മുതൽ ഇൻഷുറൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. പാർട്ട് 1ലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ സെഷൻസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇൻഷുറൻസ് എന്നും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടീസ് ആരാണെന്നും അത് ഏതൊക്കെ തരത്തിലുണ്ട്, ഫീച്ചേഴ്സ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ മുൻപത്തെ ബാങ്കിങ് റിലേറ്റഡ് ആയ വീഡിയോസ് ഇല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. സോ മുൻപത്തെ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ വെൽക്കം ടു ദി ഇൻഷുറൻസ് ക്ലാസ്സസ്. ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ഓർക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, നോബഡി വാണ്ട്സ് ഇറ്റ് ബട്ട് എവ്രിബഡി നീഡ് ഇറ്റ്. ആർക്കും ഇൻഷുറൻസ് എടുക്കണമെന്ന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ വർഷവും അതിന് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് കണക്കാക്കുമ്പോഴൊക്കെ പലരും അത് വേണ്ട എന്ന് വയ്ക്കും. പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ഇൻഷുറൻസ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആവശ്യകത ഉണ്ടെങ്കിൽ പോലും ഒഴിവാക്കപ്പെടേണ്ട ഒരു എക്സ്പെൻസ് ആയിട്ടാണ് പലരും ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ എന്താണ് ഇതിൻ്റെ ആവശ്യകത, എന്തുകൊണ്ട് ഇൻഷുറൻസ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് പഠിക്കുന്നുണ്ട്. എന്താണ് ഇൻഷുറൻസ്, വാട്ട് ഈസ് ഇറ്റ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ശർമ്മ, ഇൻഷുറൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കോപ്പറേറ്റീവ് ഡിവൈസ് ടു സ്പ്രെഡ് ദ ലോസ് കോസ്ഡ് ബൈ പർട്ടിക്കുലർ റിസ്ക് ഓവർ എ നമ്പർ ഓഫ് പേഴ്സൺസ് who are exposed to it and who agree to insure themselves against the risk. ഇൻഷുറൻസിനെ ഒരു കോപ്പറേറ്റീവ് എൻഡവർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഡിവൈസ് ആയിട്ടാണ് പ്രൊഫസർ ശർമ്മ ഡിഫൈൻ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചുള്ള ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ഒരു റിസ്കിനെ എങ്ങനെ നമുക്ക് പലരിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഇൻഷുറൻസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു രോഗം വരുന്നു, ആ രോഗത്തിന് ഉള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് നമുക്കറിയില്ല. രോഗം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. ഒരു അപകടം ഉണ്ടാകുന്നു, അതെപ്പോൾ സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒന്നിലധികം വ്യക്തികൾ ചേർന്നാണ് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അങ്ങനെ സ്വരൂപിക്കപ്പെടുന്ന വലിയൊരു ഫണ്ടാണ് ഒരു ഒരു പോളിസി മുഖാന്തരമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ 100 പേര് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താലും, ഒരു അപകട പോളിസിയാണ് എന്ന് വിചാരിക്കുക, 100 പേർക്കും അപകടം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിലൊരു 10, 20, 30 പേർക്ക് മാത്രമായിരിക്കാം അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് വലിയൊരു തുകയായിരിക്കാം, 30 പേർക്ക്. ഈ 100 പേരും കൊടുത്ത പോളിസി എമൗണ്ടിൽ നിന്നായിരിക്കും ഈ 30 പേർക്കും അവർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ 100 പേര് അനുഭവിച്ച ആ റിസ്ക് ഓഫ് ആക്സിഡന്റ് അതിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ 30 പേർക്കുണ്ടായ ആക്സിഡന്റ് ആ 100 പേരിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒരു കോപ്പറേറ്റീവ് ഡിവൈസിൽ കൂടെ എല്ലാവരുടെയും റിസ്കിനെ പരിഗണിച്ചു അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ പ്രത്യേകത. പലരും ഇതിനെ വേണ്ട എന്ന് വെക്കുന്നത് പലപ്പോഴും ഇൻഷുറൻസ് എടുത്തിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അതിന് നമുക്ക് എത്രത്തോളം സെർട്ടനിറ്റി ഉണ്ട് എന്നറിയില്ല. എപ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, എക്സ്പോഷർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്ന വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ നോക്കിയാൽ ഇൻഷുറൻസ് ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് റിസ്ക് മാനേജ്മെന്റ്. എല്ലാ തരത്തിലും ആളുകൾക്ക് റിസ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്സിഡന്റിനുള്ള റിസ്കുകളുണ്ട്, രോഗം വരുന്നതിനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ചില ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് ക്യാൻസർ പോലുള്ള, ലങ് ഡിസീസസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കോവിഡ് ഇൻഷുറൻസുകൾ വളരെ സുലഭമായിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം കോവിഡ് വരുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മളതിനെ തടയുക, അല്ലെങ്കിൽ അതിന് ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുക ഫിനാൻഷ്യലി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏത് തരത്തിലും റിസ്ക് ഉണ്ട്. ഇനി വ്യക്തികൾക്ക് മാത്രമല്ല, ഒരു വാഹനം എടുക്കുമ്പോൾ അതിന് ഇൻഷുറൻസ് നിർബന്ധമാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് പലപ്പോഴും പലരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസ്, അത് തീ പിടിക്കുന്നതിനുള്ള സാധ്യത. തെഫ്റ്റ് ഇൻഷുറൻസ്, കളവ് പോയാൽ അതിന് ഒരു നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം. മറൈൻ ഇൻഷുറൻസ്, അതായത് ഷിപ്പിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന അതിൽ വരുന്ന നഷ്ടങ്ങൾക്ക്. അതുപോലെ എയർ ട്രാവൽ ഇൻഷുറൻസ്, നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ. ഇങ്ങനെ പലതരത്തിലുള്ള റിസ്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ റിസ്കുകളെല്ലാം മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് റിസ്ക് മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇൻഷുറൻസിനെ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് കണ്ടിജൻസി. കണ്ടിജൻസി എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല, എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റിസ്കിനെ ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസ്ക് കുറയ്ക്കുക, റിസ്കിൽ മിറ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടായാൽ തന്നെ നമുക്കുണ്ടാകാവുന്ന നഷ്ടം നികത്തുക, സാമ്പത്തികമായിട്ടുള്ളത്, എന്നുള്ളതാണ് നമ്മൾ ഇൻഷുറൻസ് കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ആണ്. നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന റിസ്കിനെ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 30 പേർക്കുണ്ടായിരുന്ന അപകടം അത് 100 പേരിലേക്ക് ആ റിസ്ക് ഷെയർ ചെയ്തു. അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ആ 100 പേരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. അതാണ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ റിസ്കിനെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് നമുക്ക് ആ ഭാഗത്തുള്ള റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ ലോസ്. ഫിനാൻഷ്യൽ ലോസ് മാത്രമാണ് ഇൻഷുറൻസിൽ കൂടെ കവർ ചെയ്യപ്പെടുന്നത്. നമുക്കുണ്ടായ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അതാണ് അതിൽ കൂടെ നികത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വീട്ടിൽ മരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോസ് നിർണ്ണയിക്കാം. ഒരു കട നശിച്ചു പോയാൽ, കട തീയിലൂടെയോ അല്ലെങ്കിൽ കളവ് സംഭവിച്ചോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ കൂടെ ഉണ്ടാകുന്ന നഷ്ടം. ഈ അടുത്ത കാലത്ത് നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലൊക്കെ നമുക്ക് പ്രളയമുണ്ടായിരുന്നു. പല വീടുകൾക്കും നമ്മുടെ കേരളത്തിൽ നമുക്ക് ഹോം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് അത് ഇന്ന് നേടാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ ചെലവ് എന്ന് പറയുമ്പോൾ വെറും 500-1000 രൂപയ്ക്ക് വരെ പ്രീമിയത്തിൽ നമുക്ക് വീടുകളെ ഇൻഷുർ ചെയ്യാൻ സാധിക്കുന്ന ഫണ്ടുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് നേടിയിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ എടുത്തിട്ടുള്ള വീടുകൾക്ക് വന്ന നഷ്ടം, ഫ്ലഡിൽ കൂടെ വന്ന നഷ്ടം അവർക്ക് നികത്താൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ലോസും അത് ഇതിൽ കൂടെ നികത്താനായിട്ട് കഴിയും. ആൻഡ് പ്രോമിസ് ഓഫ് കോമ്പൻസേഷൻ ഫോർ എ പീരിയോഡിക് പേയ്മെൻറ്റ്. ഒരു കോമ്പൻസേഷൻ ആണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പീരിയോഡിക് പേയ്മെൻറ്റ്. നമ്മളതിനെ പ്രീമിയം എന്ന് വിളിക്കും. ചിലപ്പോൾ അത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, 6 months കൂടുമ്പോൾ, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. ഏത് തരത്തിലുള്ള പീരിയോഡിക് പേയ്മെൻ്റ് ആണോ നമ്മൾക്ക് പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് കഴിയും. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസിലെ വിവിധ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഇൻഷുർഡ് ആണ്. ദ പേഴ്സൺ സീക്കിംഗ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് പോസിബിൾ ലോസസ്. ഏതൊരു വ്യക്തിയോ സ്ഥാപനമോ അവരുടെ പോസിബിൾ ലോസിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ആഗ്രഹിക്കുന്നുണ്ടോ അത്തരം വ്യക്തികളെ ഇൻഷുർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഷുറർ എന്ന് പറയുന്നത് പേഴ്സൺ കോൺട്രാക്ടിങ് ടു ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനെയാണ് ഇൻഡെമിനിറ്റി, അല്ലെങ്കിൽ മേക്ക് ഗുഡ് ദ ലോസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് നമ്മുടെ നഷ്ടം നികത്തി തരാമെന്ന് പറയുന്നത്. സോ ദേ ആർ ദ ഇൻഷുറർ. ആൻഡ് ബെനിഫിഷ്യറി, പേഴ്സൺ ടു ഹൂം ദ ഇൻഡെമിനിറ്റി ഈസ് പെയ്ഡ്. ചില അവസരങ്ങളിൽ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ, അതായത് ഇൻഷുർഡ് തന്നെ ആവണമെന്നില്ല ബെനിഫിഷ്യറി. കാരണം ചിലപ്പോൾ ഒരു വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. ആ വ്യക്തി മരിക്കുകയോ ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ നോമിനി, ചിലപ്പോൾ ഭാര്യയാകാം, അല്ലെങ്കിൽ മക്കളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ലീഗൽ ഹയേഴ്സ് ആവാം. അപ്പോൾ ആ വ്യക്തിക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ തേർഡ് പാർട്ടിനെ നമ്മൾ ബെനിഫിഷ്യറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള പാർട്ടീസ് ഒരു ഇൻഷുറൻസിൽ ഉണ്ടാകാം. ഒന്ന് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി, അയാളെ ഇൻഷുറൻസ് എന്ന് പറയും. ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനിയെ ഇൻഷുറർ എന്ന് പറയും. ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് എടുത്ത ഇൻഷുർഡ് തന്നെ ആകണമെന്നില്ല ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത്. ആ വ്യക്തിയെ ബെനിഫിഷ്യറി എന്നും നമ്മൾ പറയും. ചില ടേംസ് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ഇൻഷുറൻസിൽ. അതൊന്ന് വളരെ പെട്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പ്യുവർലി കോൺട്രാക്റ്റ് ആണ്.
ഇൻഷുവേർഡും ഇൻഷുററും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പ്രീമിയം എന്ന് പറയുന്നത് പ്രൈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ഇൻ ഫുൾഫിൽമെന്റ് ഓഫ് ഹിസ് പാർട്ട് ഓഫ് ദ കോൺട്രാക്ട്. ഇൻഷുറർ കൊടുക്കുന്ന ഇൻഷുറൻസ് പോളിസിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു കൺസിഡറേഷൻ ആയിട്ട് ഇൻഷുർഡ് കൊടുക്കുന്നതായിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ ഇയർലിയോ ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇൻഡെംനിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വേർഡ് പല സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിന്റെ അർത്ഥം ദ എമൗണ്ട് പെയ്ഡ് വെൻ എ ലോസ് ഹാസ് ബീൻ ഇൻകേർഡ് ഈസ് ദ ഇൻഡെംനിറ്റി. നമുക്കൊരു അപകടം ഉണ്ടാകുന്നു, ആ അപകടത്തിന് നമുക്ക് എത്രയൊക്കെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നുവോ, ചിലപ്പോൾ നമ്മുടെ വാഹനത്തിനായിരിക്കും, നമ്മുടെ ശരീരത്ത് പല അസ്ഥിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആകാം, അതിനുണ്ടാകുന്ന നഷ്ടം നികത്തുക എന്നുള്ളതാണ് അവരതിലൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വാഹനം ഇടിച്ചു, അങ്ങനെ നമുക്ക് നഷ്ടമുണ്ടാകുന്നു, അതിൻ്റെ നഷ്ടം എത്രയാണ്, ഫയറിൽ കൂടെ നഷ്ടമുണ്ടായി, ഫ്ലഡിൽ കൂടെ നഷ്ടമുണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങൾ നികത്തുക എന്നുള്ളതാണ് ഇൻഡെംനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആണ്. എന്താണത്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പോളിസി ഓണർ ആൻഡ് ദ ഇൻഷുറർ where the insurer agrees to pay the designated beneficiary a sum of money upon the occurrence of the insured individual death or other event such as terminal or critical illness. In return, the policy owner agrees to pay a stipulated amount at regular intervals or in lump sums. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബെനിഫിഷ്യറിക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിന് ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. ആ വ്യക്തിയുടെ മരണശേഷമായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ടെർമിനൽ ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്, നമ്മൾ പറഞ്ഞതുപോലെ ക്യാൻസർ, ലങ്സ് ഡിസീസുകൾ അല്ലെങ്കിൽ മറ്റ് ഹാർട്ട് ഡിസീസുകൾ, ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വരുമ്പോൾ അതിനെ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന കണ്ടീഷനിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയി പോകുന്ന സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് വളരെ ഉപകാരപ്രദമാണ്. ഇതിന് പകരമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി പ്രീമിയം അടയ്ക്കേണ്ടി വരും. അത് ഒരുമിച്ച് ഒറ്റ തവണയായിട്ട് തീർക്കാം, അതിനാണ് ലംസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസിൽ നമുക്ക് അതിന്റെ പ്രീമിയം അടയ്ക്കാം. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജീവൻ നഷ്ടമായാൽ അതിന്റെ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് LIC. നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വളരെയധികം കമ്പനീസ് ധാരാളം പ്രൈവറ്റ് ആയിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും LICക്ക് തന്നെയാണ് ഇന്ത്യയിലെ മാർക്കറ്റിലെ ഡൊമിനൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. രണ്ടാമതാണ് ജനറൽ ഇൻഷുറൻസ് ഓർ നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാൻ കഴിയും. It is typically comprises any insurance cover that is not deemed to be life insurance. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാം ജനറൽ ഇൻഷുറൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അതിനെ നോൺ ലൈഫ് ഇൻഷുറൻസ് എന്നും കൂടെ പറയുന്നത്. നമ്മൾ വാഹനം എടുക്കുമ്പോൾ എല്ലാ വർഷവും അതിന് ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തെഫ്റ്റ് ഇൻഷുറൻസ്, ഫ്ലഡ് ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഏത് ഇൻഷുറൻസും നമുക്ക് ജനറൽ ഇൻഷുറൻസ് എന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ജനറൽ ഇൻഷുറൻസിനും ധാരാളം കമ്പനികൾ, നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓറിയന്റൽ ഇൻഷുറൻസ് ഉണ്ട്, യൂണിവേഴ്സൽ, ഇങ്ങനെ ധാരാളം ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അല്ലാതെയും ധാരാളം റിലയൻസും അതുപോലെ ബിർളയും അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രൈവറ്റ് കമ്പനീസും ഇന്ന് ജനറൽ ഇൻഷുറൻസ്, ടാറ്റ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ വാഹനമൊക്കെ ഏത് വർഷവും നമുക്ക് ഇൻഷുർ ചെയ്യുന്ന സമയത്ത് ഇത്തരം കമ്പനീസിനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് കൂടെ നമുക്ക് പരിചയപ്പെട്ടാലോ. ഒന്ന്, ഒരു കോൺട്രാക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോൺട്രാക്റ്റ് ആണ്. ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിന് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ എല്ലാ കണ്ടീഷൻസും ബാധകവുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ടാമത്തത് കൺസിഡറേഷൻ. കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ കൺസിഡറേഷൻ ഉണ്ടാവും. ഒരു വ്യക്തിക്ക് മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, മറിച്ച് ഈ കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയമാണ്. ആ പ്രീമിയത്തിന് തിരിച്ചു നമുക്ക് കിട്ടുന്നത് നമുക്ക് നഷ്ടമുണ്ടാകുമ്പോൾ നമ്മുടെ നഷ്ടം നികത്തി തരും. അങ്ങനെ രണ്ടു പേർക്കും അതിൻ്റെതായ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിന്റെ പ്രത്യേകത.
കോപ്പറേറ്റീവ് എൻഡവർ ആണ് ഞാൻ ആദ്യം ഡെഫിനേഷനിൽ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് കുറച്ച് വ്യക്തികളുടെ നഷ്ടം നികത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ 100 പേര് ഇൻഷുറൻസ് എടുത്താൽ ചിലപ്പോൾ 10, 20, 30 പേർക്കായിരിക്കാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷേ ഈ 100 പേര് ചേർന്നുകൊണ്ടാണ് ഈ 30 പേരുടെ നഷ്ടം നികത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ കോപ്പറേറ്റീവ് എൻഡവർ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മോണിറ്ററി റിസ്ക്. മോണിറ്ററി റിസ്ക് മാത്രമേ നമുക്ക് ഇതിൽ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്കുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടം എന്താണോ, ചിലപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് വാഹനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാഹനത്തിന് നഷ്ടമായ പാർട്സിൻ്റെ എല്ലാം നമുക്ക് വില ലഭിക്കാം. അങ്ങനെ മോണിറ്ററി റിസ്ക് മാത്രമാണ് നമുക്ക് അതിലൂടെ കവർ ചെയ്യപ്പെടുന്നത്. ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. അതായത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തരുന്ന സമയത്ത് രണ്ട് പാർട്ടീസും കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം, ഒരു ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അവരുടെ പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻഷുർഡിനെ അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ അറിയിച്ചിരിക്കണം. അതിൻ്റെ കണ്ടീഷൻസ് ചിലപ്പോൾ അത് നമുക്ക് ദോഷകരമായിട്ടുള്ള ചില ഒന്നായിരിക്കാം. ഏത് തന്നെയാണെങ്കിലും ഇൻഷുറൻസ് കമ്പനി അത് അറിയിച്ചിരിക്കണം, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇൻഷുർഡും അത് കൃത്യമായി ഇൻഷുറൻസ് കമ്പനിയും അറിയിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്ന സമയത്ത്, അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്ന സമയത്ത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉണ്ട് എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഡിനൈ ചെയ്യപ്പെടും. അതേസമയം നമ്മൾ ചെയ്യേണ്ടത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് കമ്പനിയെ അറിയിച്ച് അതിനനുസരിച്ചുള്ള പ്രീമിയം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാതെ വരും. അപ്പോൾ രണ്ട് പാർട്ടീസും അവരവരുടെ കണ്ടീഷൻസ് തുറന്നു പറഞ്ഞ് വേണം ഇൻഷുറൻസിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഫിനാൻഷ്യൽ ലോസിനെ കവർ ചെയ്യുന്ന ഒന്നിനെയാണ്, അല്ലെങ്കിൽ മേക്ക് ഗുഡ് ദ ലോസ്, നഷ്ടം വന്നത് തിരിച്ച് നമ്മുടെ പൂർവാവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരവസ്ഥേനെയാണ് ഇൻഡെംനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലൈഫ് ഇൻഷുറൻസിൽ ഒരിക്കലും ഇൻഡെംനിറ്റി അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല. ആ വ്യക്തിയുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയെ വെച്ചുകൊണ്ട് നമുക്ക് ചില ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാം എന്നുള്ളതിൽ കഴിഞ്ഞ് നമ്മളുടെ പൂർവാവസ്ഥയിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസിൽ ഒരിക്കലും ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. മറ്റെല്ലാ ഇൻഷുറൻസിലും ഇൻഡെംനിറ്റി അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഗാംബ്ലിംഗ്. ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് അല്ല. ഇത് നമ്മളുടെ റിസ്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഒരു വ്യക്തിയുടെ പ്രായം, ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് പ്ലാനുകൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വാഹനം, ആ വാഹനത്തിന് അപകടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗാംബ്ലിംഗ്. ആക്ച്വലി അത് റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അസസ്മെന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നഷ്ടമുണ്ടാകുമ്പോൾ അത് നമുക്ക് തിരിച്ച് നമുക്കതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽപ്പ് തരുന്നത് പോലും ശാസ്ത്രീയമായിട്ടാണ്. നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ സർവയേഴ്സ് ഉണ്ടാവും. അവരായിരിക്കും നമ്മളുടെ നഷ്ടം എത്ര എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് തരുന്നത്. ഇനി നമുക്ക് ഹെൽത്ത് പ്ലാനുകൾ, ഹെൽത്ത് പോളിസികൾ, നമ്മൾ മെഡിക്ലെയിംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ നിന്നുള്ള കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിൻ്റെ പണം തിരിച്ചു തരുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇത്ര നഷ്ടമുണ്ടായി എന്ന് നമ്മൾ കമ്പനിയെ അറിയിക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു തരുന്നൊരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരിക്കലും ഗാംബ്ലിംഗ് ആണ് എന്ന് പറയാൻ കഴിയും. ചില ഫങ്ഷൻസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. തീർച്ചയായിട്ടും നമുക്കൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്, നമുക്കുള്ള സാമ്പത്തിക നഷ്ടത്തിനുള്ള പ്രൊട്ടക്ഷൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു കളക്റ്റീവ് റിസ്ക് ബെയറിംഗ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് റിസ്ക് എടുക്കുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ ആളുകൾ, ധാരാളം ആളുകൾ ചേർന്ന് റിസ്ക് എടുക്കുമ്പോൾ തീർച്ചയായും അതൊരു നല്ലൊരു പ്രോസസ്സായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് ഇൻഷുറൻസിന് ഒരു പ്രത്യേകത തന്നെയാണ്. റിസ്ക് ഇവാലുവേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റിസ്ക് എത്ര എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ മൊത്തം കണ്ടീഷൻസ് കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ വാഹനത്തിന് വന്ന തേയ്മാനം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ വാഹനത്തിന് നമ്മൾ ഇൻഷുറൻസ് ഇടുന്നത്.
അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പ്രായവും രോഗാവസ്ഥയും ഒക്കെ അസസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടി വരുന്നത്. അല്ലാതെ എല്ലാ വ്യക്തികൾക്കും ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ഒരേ പ്രീമിയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ആ വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ച് മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നഷ്ടമുണ്ടായാലും അതിന് കൃത്യമായിട്ടുള്ള പ്രോസസ്സിൽ കൂടെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത്. ആൻഡ് ഒരു സെർട്ടനിറ്റിയാണ്, ഒരു ഫിനാൻഷ്യൽ സെർട്ടനിറ്റിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് നമുക്കൊരു നഷ്ടമുണ്ടായാൽ നമുക്ക് നികത്തുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ടായാൽ നമുക്ക് ബില്ലടയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. ആ ഒരു സെർട്ടനിറ്റി എന്നുള്ളതാണ് ഇൻഷുറൻസിൽ കൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ലോസ് പ്രിവെൻഷനാണ്. പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം, എന്ത് നഷ്ടം വന്നാലും കിട്ടും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ളതല്ല. ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണെങ്കിലും നമ്മൾ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വാഹനത്തിന് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെങ്കിൽ അത് നമ്മൾ തന്നെ ഒരു അപകടം ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അവിടെ ആ ലോസ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കവറിങ് ലാർജർ റിസ്ക് വിത്ത് സ്മോളർ ക്യാപിറ്റൽ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അടയ്ക്കുന്ന ചെറിയൊരു പ്രീമിയം ആയിരിക്കാം, പക്ഷേ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കാം. നമുക്ക് പ്രീമിയം ആയിട്ട് കിട്ടുന്നത്, നമുക്കതിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്ലെയിം ആയിട്ട് കിട്ടുന്നു. ഒരു ചെറിയ എമൗണ്ട് കൊണ്ട് വലിയൊരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു എന്നാണ്. ആൻഡ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജർ ഇൻഡസ്ട്രീസ്. തീർച്ചയായും ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം പൂർണ്ണമായിട്ടും അവർ തന്നെ അത് ഈ റിസ്ക് ചിലപ്പോൾ അവർക്ക് ആ പ്രീമിയം മൊത്തമായിട്ട് തന്നെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരില്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ മറ്റ് കമ്പനികളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് കമ്പനീസിന്, വലിയ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ അത് ഹെൽപ്പ് ചെയ്യും. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്, പ്രൊവൈഡ്സ് ക്യാപിറ്റൽ. മറ്റ് കമ്പനികൾക്ക് ക്യാപിറ്റൽ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് ഇൻഷുറൻസ് മാറുന്നുണ്ട് തീർച്ചയായിട്ടും. ആൻഡ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇൻഷുറൻസ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല, എങ്കിൽ പോലും നമ്മളുടെ വരുമാനത്തിൽ നിന്ന് കുറച്ചൊരു ഭാഗം നമ്മൾ ഇതിലേക്ക് മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭാവിയിലെ അൺസർട്ടനിറ്റീസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. മീഡിയം ഓഫ് ഏർണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, പ്രത്യേകിച്ച് മറൈൻ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ. ഇപ്പോൾ ഒരു ഫോറിൻ ഷിപ്പ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ അവർ വരുന്ന സമയത്ത് ഇന്ത്യൻ ഇൻഷുറൻസ്, ഇന്ത്യൻ മറൈൻ ഇൻഷുറൻസ് കൃത്യമായി എടുത്തിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറിൻ ആയിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ ഇവിടെ ഓടിക്കുന്ന സമയത്ത് ഇവിടെയും ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യുന്നതിനുള്ള ഒരു മീഡിയം കൂടിയാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. ആൻഡ് റിസ്ക് ഫ്രീ ട്രേഡ്, നമുക്ക് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫയർ എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടുണ്ടാകാം. തെഫ്റ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് റിസ്ക് കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ റിസ്ക് ഫ്രീ എന്ന് ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു മെത്തഡോളജിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇൻഷുറൻസിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും പോയിന്റിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും ഓളും ഇനേബിൾ ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന്. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.